ഇപ്പോൾ ഹക്കീം ഫൈസി ആതിരശ്ശേരി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എന്തെങ്കിലും ഒരു തീരുമാനം ഇക്കാര്യത്തിൽ വേണമെന്ന് ഞങ്ങൾ പല ബന്ധപ്പെട്ടവരോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആ ശ്രമം നീണ്ടുനിന്നു. വീണ്ടും ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് താങ്കൾ പറഞ്ഞ തരത്തിൽ 9 കാര്യങ്ങൾ വീണ്ടും തന്നു. അതിനു വേണ്ടി മാത്രം CIC-യുടെ സിൻഡിക്കേറ്റ് ചേർന്നു, പിന്നെ സെനറ്റ് ചേർന്നു. ഇതിനു വേണ്ടി മാത്രം സിൻഡിക്കേറ്റും സെനറ്റും ചേർന്ന് പാസ്സാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് ചെയ്തു. പിന്നെയും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഉണ്ടായ പ്രതികരണം ബന്ധം വിച്ഛേദിച്ചു എന്ന പത്രപ്രസ്താവനയാണ്. ഏകദേശം 1 വർഷം ആ പ്രക്രിയ നീണ്ടു നിന്നിട്ടുണ്ട്. 6/6/23 പാണക്കാട് മറുവ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനറൽ ബോഡി ഈ കാര്യങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. സമസ്തക്ക് രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പറഞ്ഞതുപോലെ 26/12/23 വീണ്ടും അവരുടെ ആവശ്യപ്രകാരം, കാരണം ഒരിക്കൽ പാസ്സാക്കിയതാണ്, പിന്നെ ഈ ഒരു ആവശ്യത്തിന് ജനറൽ ബോഡി സെപ്പറേറ്റ് വിളിച്ച് അംഗീകരിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചെയ്തു. മറുപടി ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് വസ്തുത. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ സംശയം? തീർച്ചയായിട്ടും സമസ്തയായിട്ട് സഹകരിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പറഞ്ഞതൊക്കെ ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുഷാവറയിൽ പിന്തുണ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് മേധാവിത്വം കിട്ടിയത്? അല്ല, ഇത് ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം അതിന് പരിഗണന കിട്ടുന്നില്ല എന്ന രീതിയിൽ റീഡ് ചെയ്യപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മത പാർട്ടിയല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വിനീതമായ ഏജൻസിയാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാൻ ഞങ്ങൾ ഒരാവശ്യവും ഈ സമയത്ത് സമസ്തക്ക് മുന്നിൽ വെച്ചിട്ടില്ല. സമസ്ത ചില കാര്യങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചില തീരുമാനങ്ങൾ പിൻവലിക്കണമെന്ന്, ചില പെരുമാറ്റച്ചട്ടങ്ങൾ അംഗീകരിക്കണമെന്ന്. അല്ലാതെ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല. രണ്ട് കാര്യങ്ങൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഒന്ന്, ഈ CIC എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. നിയമം ഇപ്പം നിങ്ങൾക്കും അറിയാം. അപ്പോൾ നിയമമനുസരിച്ച് നിലനിൽക്കാത്ത കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ഭരണഘടന വേണം. ആ ഭരണഘടനയുടെ താല്പര്യമനുസരിച്ച് നിലനിൽക്കാത്ത കാര്യങ്ങൾ. പിന്നെ ഒരു സൊസൈറ്റിയുടെ പരമാധികാരം എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ബോഡിക്കാണ്. അത് രാജ്യത്തെ നിയമമാണ്. ആ നിയമം ജനറൽ ബോഡിയുടെ പരമാധികാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ചില കാര്യങ്ങളുണ്ടാകാം. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ജനറൽ ബോഡി 2 തവണ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി മാത്രം എന്ന് പറയാം, യോഗം ചേർന്ന് പറ്റുന്നതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളല്ല പറയേണ്ടത്. ഞങ്ങളോട് സംസാരിക്കുന്ന മധ്യസ്ഥന്മാരാണ്. മധ്യസ്ഥന്മാർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കറിയാം 1860 ആക്ട് എന്ത് പറയുന്നു, ഞങ്ങളുടെ ഭരണഘടന എന്ത് പറയുന്നു, ഏതൊരു ജനറൽ ബോഡിയുടെയും ഒരു അവരുടെ ഒരു അധികാര പരിധി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് ലംഘിച്ചുകൊണ്ടുള്ള, അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം എന്തായാലും അംഗീകരിക്കൂല. സ്വാഭാവികമായിട്ടുണ്ട്. നിലവിലുണ്ട്.
അവരെ പുറത്താക്കി പലരും രാജിവെച്ചിട്ടുണ്ട്. രാജിവെച്ചു. പലരും രാജിവെച്ചിട്ടുണ്ട്. രാജിവെക്കാതെ പിന്നെ രാജിവെച്ചു എന്ന് പ്രഖ്യാപിക്കാത്ത ആളുകളുണ്ട്. ഈ മധ്യസ്ഥ ചർച്ചകളെ കുറിച്ച് പറഞ്ഞല്ലോ, മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന സമയത്താണല്ലോ അങ്ങനെ വീണ്ടും CIC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് സമസ്ത പറഞ്ഞിരുന്ന ഒരു ആവശ്യം അങ്ങനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ CIC-യുമായി സഹകരിക്കൂ എന്നുള്ളതായിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുകയല്ലേ പുതിയ നിയമനത്തിലൂടെ ഉണ്ടാകുന്ന ചോദ്യം സമസ്ത അവിടെ ചോദിക്കുന്നത്? എന്നെ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണമെന്ന് സമസ്ത മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. നേരിട്ടറിയില്ല. ഏതായാലും അതനുസരിച്ച് ഞാൻ രാജിവെച്ചിരുന്നല്ലോ. അവർ പിന്നെ മധ്യസ്ഥന്മാർ മുഖേന ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ആ ചർച്ചയിൽ തന്നെ അങ്ങനെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കുകയാണെങ്കിൽ പഴയ നിലപാടിൽ തന്നെ തുടരുമെന്നുള്ളതായി സമസ്ത. ജനറൽ ബോഡി ഏകകണ്ഠമായിട്ടാണ് എന്നെ വീണ്ടും സെക്രട്ടറിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് സിൻഡിക്കേറ്റ് ഏകകണ്ഠമായിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. ഒറ്റ കാര്യം, സമസ്ത ഉന്നയിക്കുന്നത് പോലെ CIC സ്ഥാപനങ്ങളിലെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള സിലബസുകളുടെ കാര്യങ്ങളിൽ ഒരു മാറ്റം അങ്ങ് വരുത്തിയിട്ടുണ്ടോ? നയപരമായിട്ട് സമസ്ത ആദ്യഘട്ടം കാലഘട്ടം മുതൽ സ്വീകരിച്ചിരുന്ന പല നിലപാടുകളിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സമീപനം അങ്ങ് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? അങ്ങ് നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പ്ലീസ് ചോദിക്കരുത്. കാരണം ഇത് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ കൂട്ടുത്തരവാദിത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഈ സംവിധാനം ഏകദേശം ഒരു 4 നൂറ്റാണ്ട് സമയമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടക്ക് സമസ്ത ഉന്നയിക്കുന്ന കാര്യങ്ങൾ, സമസ്തയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅ അല്ലെങ്കിൽ സുന്നി വിശ്വാസധാര അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. തന്നെയല്ല, അവസാനം നടന്ന റിവൈസിങ്ങിൽ ആ കാര്യം ഒന്നുകൂടി ഊന്നി പറയുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് സുന്നികളാണ്. ഈ സുന്നി അല്ലെങ്കിൽ അഹ്ലു സുന്ന എന്നൊക്കെ പറയുന്നത് ഇവിടെ കേരളത്തിൽ കുറച്ചാളുകൾ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ല. ലോക മുസ്ലിം മുഖ്യധാര സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സുന്നി ആശയങ്ങൾ അതിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് നീക്കം ചെയ്യുന്ന സംഭവം വരുന്നേ ഇല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും മുഷാവറയിൽ ബഹുഭൂരിപക്ഷവും ഈ CIC-ക്കെതിരെ സമസ്ത എടുത്ത നിലപാടിനെ പിന്തുണക്കാൻ കാരണം? അത് അവർക്കല്ലേ അറിയുള്ളൂ. ഒരു പക്ഷേ ഇന്നിപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് സമൂഹം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് വിലയിരുത്തുന്നത്? രാഷ്ട്രീയ പ്രേരിതമാണെന്നോ? ഏത് രാഷ്ട്രീയ പ്രേരിതം? അല്ല, രാഷ്ട്രീയ പ്രേരിതം മാത്രമാകേണ്ടതില്ല. ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് പങ്കുണ്ട്, വ്യക്തിവിരോധങ്ങൾക്ക് പങ്കുണ്ട്, പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇപ്പോൾ ഹക്കീം ഫൈസി ആദർശേരി പ്രതികരിച്ചത്. സമസ്തയുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 24 കാര്യങ്ങൾ പല ഘട്ടങ്ങളായി സമസ്തയ്ക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. മധ്യസ്ഥർ മുഖേന അല്ലാതെ ബന്ധപ്പെട്ടവർ നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നും ഹക്കീം ഫൈസി ആദർശേരി കൂട്ടിച്ചേർത്തു.